ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. എല്ലാ സഹോദരിമാർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ സ്നേഹവന്ദനം. ക്രിസ്തീയ സഹോദരി ഒരുക്കുന്ന കഥാപാത്ര പഠനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. എബ്രായ ലേഖനം 11:32-33 വാക്യം. ഗിദെയോൻ, ബാരാഖ്, ശിംശോൻ, ഇഫ്താഖ്, ദാവീദ് എന്നിവരെയും ശമൂവേൽ മുതലായ പ്രവാചകന്മാരെയും കുറിച്ച് വിവരിപ്പാൻ സമയം പോരാ. വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ അടക്കി നീതി നടത്തി വാഗ്ദത്തം പ്രാപിച്ചു. ദൈവത്തിലുള്ള വിശ്വാസത്താൽ ബലഹീനതർ പോലും ശക്തന്മാരായി മാറും. അങ്ങനെ ശക്തനായി മാറിയ ഒരു കഥാപാത്രമാണ് ഗിദെയോൻ. ആരായിരുന്നു ഗിദെയോൻ? മാനുഷിക ബലഹീനതയിൽ പകരപ്പെടുന്ന ദൈവശക്തിയെക്കുറിച്ച് ആകർഷണീയമായി പറഞ്ഞിരിക്കുന്ന പുസ്തകമാണ് ന്യായാധിപന്മാർ. ന്യായാധിപന്മാരുടെ പുസ്തകം 6, 7, 8 അധ്യായങ്ങളിലാണ് മനോഹരമായി വിവരിച്ചിട്ടുള്ള ഒരു വീരയോദ്ധാവായിരുന്നു ഗിദെയോൻ. ഗോത്രം മനശ്ശെ 6:15. പിതാവ് ഓഫ്രയിൽ അബിയേസ്രനായ യോവാശ്. കുടുംബം ഏതൊരു ഇസ്രയേലിലെ കുടുംബത്തെ പോലെയും അധ്വാനിച്ച് ജീവിക്കാൻ ആഗ്രഹിച്ച ഒരു സാധാരണ കുടുംബം. ശത്രുക്കളെ ഭയന്ന് കഴിഞ്ഞിരുന്ന ഒരു കുടുംബം. ഗിദെയോനെ വിളിച്ച കാലഘട്ടം 6:1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ നമുക്കത് കാണാൻ കഴിയും. ഇസ്രായേൽ മക്കൾ പിന്നെയും യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്തു. യഹോവ അവരെ 7 സംവത്സരം മിദ്യാന്റെ കയ്യിൽ ഏൽപ്പിച്ചു. മിദ്യാന്യർ വന്ന് അവരുടെ മേൽ ആധിപത്യം നടത്തുന്നതായിട്ടാണ് തുടർന്ന് നമ്മൾ കാണുന്നത്. ഇവരെ ഭയന്ന് ഇസ്രായേൽ മക്കൾ പർവ്വതങ്ങളിലും ഗുഹകളിലും ദുർഗങ്ങളിലും ശരണമാക്കി. ഇവർ രാപ്പകലില്ലാതെ കഠിനാധ്വാനം ചെയ്ത് രൂപപ്പെടുത്തുന്ന വിളകളും ആഹാരങ്ങളും ആടുമാടുകളുമെല്ലാം അവർക്ക് നഷ്ടപ്പെടുകയാണ്. അവർ യഹോവയോട് നിലവിളിച്ചു. നോക്കുക, ഇസ്രായേൽ മക്കൾ ഒരിക്കൽ പരാജയപ്പെടുത്തിയവർ തന്നെ അവരുടെ യജമാനന്മാരായി തീർന്നിരിക്കുന്നു. യഹോവ അവരുടെ നിലവിളി കേട്ട് മറുപടിയുമായി അവരുടെ അരികിലേക്ക് വരുന്നു. അവരെ മിദ്യാന്യരിൽ നിന്ന് രക്ഷിക്കാൻ ഗിദെയോനെ തിരഞ്ഞെടുക്കുന്നു. 6:11 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ അത് കാണുന്നു. വേട്ടനായ്ക്കളെ പോലെ പാഞ്ഞെടുക്കുന്ന മിദ്യാന്യരിൽ നിന്ന് മറഞ്ഞിരുന്ന് ഒരു മുന്തിരിച്ചക്കിനരികെ വെച്ച് ഗോതമ്പ് മെതിച്ചു കൊണ്ടിരുന്ന ഗിദെയോൻ എന്ന ഊർജ്ജസ്വലനായ യുവാവിന്റെ അടുക്കിലേക്ക് യഹോവയുടെ ദൂതൻ എത്തുകയാണ്. 12-ാമത്തെ വാക്യം. അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോട് കൂടിയുണ്ട് എന്ന് അവനോട് പറഞ്ഞു. അപ്പോൾ ഗിദെയോൻ 3 ചോദ്യങ്ങൾ ദൂതനോട് ചോദിക്കുന്നതായി നമ്മൾ കാണുന്നു. യഹോവ നമ്മോട് കൂടിയുണ്ടെങ്കിൽ നമുക്ക് ഇതെങ്ങനെ സംഭവിക്കുന്നു? മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്നു എന്ന് പിതാക്കന്മാർ നമ്മോട് അറിയിച്ചിട്ടുള്ള യഹോവയുടെ അത്ഭുതങ്ങൾ എവിടെ? യഹോവ നമ്മെ ഉപേക്ഷിച്ച് മിദ്യാന്റെ കയ്യിൽ ഏൽപ്പിച്ചത് എന്തിന്? ഗിദെയോന്റെ വാക്കുകളിൽ അവന്റെ സങ്കടവും നിരാശയും വേദനയും എല്ലാം ഉണ്ടായിരുന്നു. ഗിദെയോന്റെ അരികിലേക്ക് കടന്നു വന്നിരിക്കുന്നത് യഹോവ തന്നെയാണെന്ന് 14-ാമത്തെ വാക്യത്തിൽ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ യഹോവ അവനെ നോക്കി, നിന്റെ ഈ ബലത്തോടെ പോക, നീ ഇസ്രായേലിനെ മിസ്രയീമിന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കും, ഞാനല്ലയോ നിന്നെ അയക്കുന്നത് എന്ന് പറഞ്ഞു. ഗിദെയോന്റെ സങ്കടവും നിരാശയും എല്ലാം ഉൾക്കൊണ്ടുകൊണ്ടാണ് യഹോവ അവനെ നോക്കിയത്. അവൻ കടന്നുപോകുന്ന അവന്റെ പ്രയാസങ്ങൾ, അവനെത്രമാത്രം വിഷമം ഉണ്ട് എന്ന് യഹോവ മനസ്സിലാക്കിക്കൊണ്ട് അവന് യഹോവ നോക്കുകയാണ്. എന്നിട്ട് ചരിത്രപരമായ ഒരു ദൗത്യം ഫലമേൽപ്പിക്കുകയാണ്. ശത്രുക്കളിൽ നിന്ന് തന്റെ ജനത്തെ രക്ഷിക്കുക എന്ന ആ വലിയ ദൗത്യം. ദൂതന്റെ അഭിവാദത്തിലെ നല്ല 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, കർത്താവ് കൂടെ ഉണ്ട് എന്നുള്ള ഉറപ്പ്. ഭയത്തിൽ നിന്ന് ധൈര്യത്തിലേക്കുള്ള മാറ്റം. കർത്താവ് കൂടെയുണ്ടെങ്കിൽ വിജയം ഉറപ്പാണ്. പുറപ്പാട് പുസ്തകം 3:12 കാണുന്നു, മോശയോട് ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. എബ്രായ ലേഖനം 13:5 ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല.
കർത്താവ് നമ്മിൽ ഏറ്റവും നല്ലതാണ് കാണുന്നത്. മറ്റുള്ളവർ നമ്മെ കാണുന്നത് പോലെയല്ല ദൈവം നമ്മളെ കാണുന്നത്. ദൈവം ഗിദെയോനെ ഏൽപ്പിച്ച പോലൊരു ദൗത്യം ഇന്ന് നമ്മളിലും ഏൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ലോകത്തിൽ നശിച്ചു പോകുന്ന ജനങ്ങളെ വീണ്ടെടുക്കുക എന്നുള്ള ആ വലിയ ദൗത്യം. അതിനായി ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. വരുന്ന ദിവസങ്ങളിൽ ദൈവം ഗിദെയോനെ തിരഞ്ഞെടുക്കുവാൻ ഗിദെയോനിൽ കണ്ട ചില സവിശേഷതകൾ നമ്മൾക്ക് നോക്കാം. ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ.